മോഷനിൽ ബ്ലഡ് പോകുക എന്നുള്ളത് വളരെ കോമൺ ആയിട്ടുള്ള ഒരു സിംറ്റം ആണ്. നമ്മുടെ നാട്ടില് ഏറ്റവും കൂടുതൽ ഇതിപ്പോ ഇങ്ങനത്തെ കാര്യം ആരും പുറത്തു പറയില്ല. അപ്പൊ അവര് അത് മലത്തിൽ അപ്പൊ ഒരു മൂലക്കുരു എന്നുള്ള ഒരു തീരുമാനത്തിൽ അവരങ്ങനെ കുറച്ച് നാൾ അതിനെ വാച്ച് ചെയ്യും. പിന്നെ അതിന്റെ അടുത്ത ഘട്ടം അതൊരു മലബന്ധമൊക്കെ ഉണ്ടാക്കുന്ന രീതിയിലുള്ള പ്രശ്നങ്ങൾ വരുമ്പോഴേ അവർ പരിശോധിക്കാൻ വരുള്ളൂ. അപ്പോൾ ബ്ലഡ് ഒക്കെ വന്നു കഴിഞ്ഞാൽ അങ്ങനത്തെ സിംറ്റം ഉണ്ടാകുന്ന ആൾക്കാർ പെട്ടെന്ന് തന്നെ ഒരു സർജനെ കാണിച്ചിട്ട് അവിടെ പരിശോധിപ്പിച്ചിട്ട് വേണം എന്തുകൊണ്ടാണെന്ന് അറിയാൻ വേണ്ടിയിട്ട്. ഏറ്റവും കോമൺ മൂലക്കുരുവിലെ ബ്ലീഡ് തന്നെയാണെങ്കിൽ പോലും നമ്മുടെ നാട്ടിൽ വൻകുടൽ സംബന്ധിച്ചുള്ള ക്യാൻസറുകളൊക്കെ കൂടി വരികയാണ്. അതിന്റെ മുഖ്യതിന്റെയും പ്രധാനപ്പെട്ട ഒരു ലക്ഷണം ബ്ലീഡ് തന്നെയാണ്. ഇത് നമ്മൾ പരിശോധിക്കാതെ ഒരു കൊളോണോസ്കോപ്പി ചെയ്യാതെ ആർക്കും അറിയാൻ പോകുന്നില്ല. അപ്പം മൂലക്കുരുവിന്റെ ബ്ലീഡിന് വേണ്ടിയിട്ട് അവരുടെ ചികിത്സയും പിന്നെ നാട്ടിലുള്ള വേറെ ഇംഗ്ലീഷ് മരുന്നല്ലാത്ത രീതിയിലുള്ള ചികിത്സയെല്ലാം കൂടെ കഴിഞ്ഞ് വരുമ്പോഴത്തേന് ഒരുപാട് ലേറ്റ് ആവും. അപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ക്യാൻസറുകളൊക്കെ വളരെ ചെറുപ്പത്തിൽ തന്നെ ഡിറ്റക്ട് ചെയ്യുകയാണെങ്കിൽ സർജറി പോലും ഒഴിവാക്കാം. അത് കഴിഞ്ഞിട്ടുള്ള കീമോതെറാപ്പി ഒഴിവാക്കാൻ പറ്റും. അതിനനുബന്ധമായിട്ടുള്ള എല്ലാ പ്രശ്നങ്ങളും നമുക്ക് നിസാരമായി ട്രീറ്റ് ചെയ്ത് മാറ്റാൻ പറ്റും. പക്ഷെ കുറച്ച് കഴിഞ്ഞിട്ടാണ് വരുന്നതെങ്കിൽ ഓപ്പറേഷൻ വേണ്ടി വരും, ചിലപ്പോൾ ബാഗ് വെക്കേണ്ടി വരും, ചിലപ്പോൾ കീമോതെറാപ്പി, റേഡിയേഷൻ, അങ്ങനെയുള്ള ട്രീറ്റ്മെന്റ് ചെറിയ രീതിയിൽ ട്രീറ്റ് ചെയ്ത് കംപ്ലീറ്റ്ലി ക്യൂർ ആക്കാൻ പറ്റുന്ന സംഗതികൾ. വളരെ വലിയ ട്രീറ്റ്മെന്റ് ചെയ്താൽ പോലും ചിലപ്പോൾ ക്യൂർ റേറ്റ് ഇല്ലാത്ത രീതിയിലേക്ക് ഒരേ അസുഖം തന്നെ രണ്ട് സമയത്ത് ചെയ്യുമ്പോൾ നേരത്തെ ചെയ്യുന്നതും ലേറ്റ് ആയി ചെയ്യുന്നതും തമ്മിലുള്ള വ്യത്യാസം അതാണ്. അപ്പോൾ തുടക്കത്തിൽ തന്നെ പരിശോധിപ്പിച്ച് ഉറപ്പുവരുത്തൽ നിർബന്ധമാണ്.